ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിബിൻ ജോസഫ്. എല്ലാ ചങ്കുമച്ചന്മാർക്കും എസ്റ്റേറ്റേക്കിന് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇവിടെ വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ പബ്ജി സ്മോക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വർക്കിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതിനായിട്ട് എസ്റ്റേറ്റേക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണമെങ്കിലും ഞാൻ ഇടുന്ന പുതുത്തും വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പൗഡേർഡ് പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു 70 ഗ്രാമാണ്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. അതൊരു 30 ഗ്രാമാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അത് ഒരു 1/2 ടീസ്പൂണാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒരു PVC പൈപ്പാണ് എടുത്തേക്കുന്നത്. ഇത് 1 ഇഞ്ച് വീതിയുള്ള ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു PVC പൈപ്പാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ കവർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കാം അടിയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 3 അങ്ങനത്തെ PVC പൈപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഇത് ഈ PVC പൈപ്പ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. നമ്മളത് സ്മോക്ക് വരുമ്പം നമ്മുടെ കൈ പൊള്ളാതിരിക്കാനും പിന്നെ അത് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിപ്പോൾ കാർഡ്ബോർഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇൻസുലേഷനും കൊണ്ടൊന്ന് ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 3 ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പബ്ജിക്കകത്തുള്ള പോലെ തന്നെ ആ സ്മോക്കിൽ എഴുതിയ പോലെ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് എഴുതി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇനി ഫ്യൂവൽ നിറയ്ക്കുവാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മളിപ്പോൾ 2 തീപ്പൊട്ടിക്കുള്ളിലാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിരുന്ന പോലെ തന്നെ നിങ്ങളതൊന്ന് ഒട്ടിച്ച് വെക്കുക അവിടെ. അടുത്തായിട്ട് നമ്മൾ ഇനിയിപ്പോൾ അതിലേക്ക് ഫ്യൂസ് വയർ കണക്ട് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു പടക്കത്തിൻ്റെ തിരി ഊരിയെടുത്തേക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ആ ഫ്യൂസ് വയർ കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കീ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ പഴയ കീ ചെയിൻ്റെയൊക്കെ റിങ് ഊരിയെടുത്തേക്കാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ തീപ്പെട്ടിയിൽ ഈ ചെറിയ പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ആ ഫ്യൂസ് വയറിലോട്ട് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പം ആ തീപ്പെട്ടിക്കുള്ളിലേക്ക് തീ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ റിങ്ങിലേക്ക് ഈ കട്ട് ചെയ്ത പീസ് മടക്കി വെക്കുക. എന്നിട്ട് ഞാൻ വീഡിയോ കാണിച്ചിരുന്ന പോലെ തന്നെ ഫ്യൂസ് വയറിലോട്ട് കണക്ട് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റണം. കാരണം ചെറിയ ലൂസൊന്നും പോലെ നല്ല ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വലിക്കുമ്പം പെട്ടെന്ന് തന്നെ ആ തീപ്പെട്ടിക്കുള്ളിലേക്ക് തീ പിടിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പബ്ജി സ്മോക്കിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യുവാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്,
നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ കീ വലിക്കുന്ന എത്രത്തോളം സക്സസ് ആണെന്ന് ഉറപ്പില്ല. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പബ്ജിയിലേക്ക് ഒരു മിക്സ് നോക്കാം. ആദ്യം കത്തിച്ചിട്ട് ഏകദേശം തോന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ നല്ലപോലെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ തീർന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മുടെ PVC-ക്ക് തീ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ പുക അതിൻ്റെ വരുന്നുണ്ട്. അത് ലാസ്റ്റാണ്. അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്യൂല് മൊത്തം കത്തി തീർന്നിട്ടുണ്ട്. ഗൈസ് ഇത് നല്ലപോലെ തന്നെ കത്തുന്നുണ്ട്. കാണാൻ തോന്നുന്നു. സ്മൂത്തായിട്ട് ഇതിനകത്ത് പുക വരുന്നുണ്ട്. കൂടെ തീയും നല്ലപോലെ വരുന്നുണ്ട്. ഇത് കുറേ നേരം കത്തുന്നുണ്ട്. ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ഫ്യൂല് തീർന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിലത്തെ ഫ്യൂല് മൊത്തം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല സൂപ്പറായിട്ട് തന്നെ കത്തിക്കിട്ടിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇവിടെ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഇതുവരെയായിട്ട് എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ വരുന്ന പുതുത്തും വീഡിയോയിൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സിബിൻ ജോസഫ് ആൻഡ് സൈനിങ് ഔട്ട്.